യെസ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. എൻ്റെ കൂടെ ദീപചേട്ടൻ ദുബായ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്ലാൻ പറയുകയാണ്. ആദ്യത്തെ പ്ലാൻ വണ്ടി കഴുകാം. ഇത് നമ്മുടെ ദീപക്കേട്ടൻ്റെ കാറാണ്. ഇത് കഴുകാനായിട്ട് നമ്മൾ പോവാണ്. കാരണം അതിന് മാത്രം ചെളിയുണ്ട്. ക്യാമറമാൻ അതൊക്കെ ഒന്ന് കാണിക്കും, ആ ചെളി ഒന്ന് കാണിക്കും. അയ്യോ, ക്യാമറമാൻ അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്ക് വേണ്ട. ഇങ്ങോട്ട് പോട്ടെ, ക്യാമറ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചെളിയും വെച്ചുകൊണ്ട് ദുബായിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല. കാരണം പുള്ളി 1 വീക്കായിട്ട് കഴുകാൻ പറ്റിയിട്ടില്ല. 1 വീക്കായിട്ട് കഴുകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് വണ്ടീനെ ഒന്ന് കുട്ടപ്പനാക്കാൻ പോവാണ്. അതിനുശേഷം നമ്മളുടെ രാജാവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും, റേഞ്ച് റോവർ. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത്. അപ്പോൾ നമുക്ക് പോയാലോ? ഇത് ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാണ്. ഫസ്റ്റ് ക്ലീൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. കമോൺ. അപ്പോൾ ദീപക്കേട്ടാ, നമ്മൾ ഫസ്റ്റ് ക്ലീനിങ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണോ? അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ ഇവിടെ ദുബായ് പോലീസ് ഒരു രീതിയിലും ഇത് സമ്മതിക്കില്ല ക്ലീൻ അല്ലെങ്കിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? വണ്ടികൾ ക്ലീൻ ആയിട്ടുണ്ടാവുന്നതാണ്. ആണോ? എല്ലാ വണ്ടിയിലും നോക്കുമ്പോൾ നമുക്കറിയാം ഡേർട്ടി ആയിട്ടുള്ള കാറ് അധികം ഉണ്ടാവില്ല. ഇവിടെ ഇല്ല, സത്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? ഇവിടുന്ന് ഇനി എത്ര ദൂരമുണ്ട്? 15 minutes. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, വാട്ടർ സർവീസിന് ശേഷം മാത്രമാണ് എന്താണ് പ്ലാൻ എന്നുള്ളത് ഞങ്ങളോട് പറയുള്ളൂ അല്ലേ? ഉറപ്പാണോ? യെസ്. അതിനുശേഷമെങ്കിലും പറയുമോ? ഓക്കെ, അപ്പോ സർവീസിന് പോട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ബർദുബായിലേക്ക് റൈറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബുർജ്മാൻ അല്ലേ ഏട്ടാ? ബുർജ്മാനിലുള്ളത് ഇതാണ് സത്യത്തിൽ പുള്ളി പറഞ്ഞനുസരിച്ച് ദുബായിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി, ബുർജ്മാൻ. ചേട്ടാ, ഇവിടുത്തെ മെട്രോ ബുർജ്മാൻ, ഇവിടുന്ന് മെട്രോ താഴെ കൂടെ ആണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഇവിടെ ക്രോസ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ? 2 ലൈനുണ്ട്. ഒന്ന് ഗ്രീൻ ലൈൻ, ഒന്ന് റെഡ് ലൈൻ. ഗ്രീൻ ലൈൻ ആൻഡ് റെഡ് ലൈൻ. ഗ്രീൻ ലൈനും റെഡ് ലൈനും ഉണ്ട്. റഷീദിയ ടു ഹുബൈബ എന്നാണ് തോന്നുന്നത്. റഷീദിയ എന്ന് പറഞ്ഞ ഒരു മെട്രോ. പിന്നെ ഒന്ന് ജബലലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെട്രോ. ആക്ച്വലി ഇപ്പൊ നമ്മൾ കണ്ട ഈ ബുർജ്മാൻ ഓൾഡ് ദുബായ് ആണ് അല്ലേ? ഇപ്പുറത്ത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് ഓൾഡ് ദുബായ്, the other side from Bar Dubai to the other side it's the new Dubai. ദാ മെട്രോ പോണു പറഞ്ഞപ്പോഴത്തേനും. കൊള്ളാലോ, ഒരു ചെറിയ പുഴു പോലെ. അതെ. ഇവിടെ എന്താ കേട്ടോ, നമ്മൾ ഇവിടെ വന്നെ we are going through this service road. ഇങ്ങ പോകും നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലം. വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവീസ് റോഡ് വഴി പോകുന്നു അല്ലേ? ഇത് തലപ്പാക്കട്ടി. ഇവിടെയും ഉണ്ട് തലപ്പാക്കട്ടി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരാമ ബസ് സ്റ്റാൻഡ്. കരാമ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷാർജയിലേക്ക് പോവാം. ശരിയല്ലേ? കറക്റ്റ്. ഞാൻ വന്നിട്ടുണ്ട് ഷാർജയിൽ നിന്ന്. ഞാൻ 2008 ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അൽ കരാമ സർവീസ് സെന്റർ എന്നാണ് ഇതിന്റെ പേര്. ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ കേട്ടോ.
ചേട്ടാ അത് ഫുള്ളാണല്ലോ ദൈവമേ, നമ്മള് സമയം എടുക്കുന്നതാണല്ലോ. ഒരു റോൾസ് റോയ്സ് ആണ് അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഇനി ഡീസൽ പെട്രോൾ അടിക്കാം അല്ലേ? ഇതെന്താ എമറാത്ത് അല്ലേ? സൂപ്പർ 98, സ്പെഷ്യൽ 95, പിന്നെ സ്പെഷ്യൽ 95. അതെന്താ ചേട്ടാ? ഇവിടെ 2 പെട്രോൾ ഉണ്ട്, ഒന്ന് സ്പെഷ്യൽ ഒന്ന് സൂപ്പർ. ഇവിടെ ഉള്ളത് 2 പെട്രോൾ, ഒന്ന് സ്പെഷ്യൽ ഒന്ന് സൂപ്പർ. അപ്പൊ ഞാൻ സൂപ്പർ 98, സ്പെഷ്യൽ 95, സ്പെഷ്യൽ 95. സൂപ്പറാണ്. നമ്മൾ സൂപ്പറാണോ? നമ്മൾ സൂപ്പറാണ്. കാർഡ്. ഇതൊക്കെ ഞങ്ങളുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. പറഞ്ഞോ. ഓക്കെ, അപ്പം 2 പെട്രോൾ ഉണ്ട്. നമ്മൾ അടിച്ച സൂപ്പറാണ് അടിച്ചിരിക്കുന്നത്, സൂപ്പർ 98. എന്താണ് ഡിഫറൻസ്? ഒന്നുമില്ല, പേരാണോ? സൂപ്പറിന് വില കൂടുതലാണ് എന്തായാലും. സൂപ്പർ സ്റ്റാർ രജനികാന്ത് അല്ലേ, അതിനൊക്കെ വാല്യൂ ഉള്ളതാണ്. അപ്പൊ ദീപക്കേട്ടാ, നമ്മള് ഇനിയെങ്കിലും പറയണം നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളത്. കാരണം ചേട്ടൻ വണ്ടി എടുത്തപ്പോൾ പറഞ്ഞു ആദ്യം വണ്ടി ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് നല്ല ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി സുന്ദരനായി. ആ കണ്ണട മാത്രമാണ് ഒരു രക്ഷയില്ലാത്ത. അത് അങ്ങോട്ട് പോകില്ല, കുറെ നേരമായി കണ്ണടിച്ചിട്ട്. അതെ ഇതാണ് നമ്മുടെ സ്വന്തം ദീപക്കേട്ടൻ. അപ്പൊ ദീപക്കേട്ടാ, ഇനിയെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, നമ്മൾ ഇനി ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ശരിയല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2 സ്ഥലമാണ്. കുറച്ച് ഉറക്കെ പറയണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2 സ്ഥലമാണ്. ഓക്കെ, ആ ജോഷ് പഴയ ദീപക് ദുബായ് ഫ്രെയിം. അതായത് പുതിയ ദുബായ്, പഴയ ദുബായ്, ഇത് രണ്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ് ഫ്രെയിം ബിൽഡിംഗ്. ഇറ്റ്സ് ലൈക്ക് എ ഫോട്ടോ ഫ്രെയിം. ദ ബിൽഡിംഗ് ഇസ് ലൈക്ക് എ ഫോട്ടോ ഫ്രെയിം, സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഫോട്ടോ ഫ്രെയിം ബിൽഡിംഗ്. നല്ല സ്പെഷ്യലായ ബിൽഡിംഗ് ആണ്. From there you can see a lot of view, and then we will go to Jumeirah Beach. ഫുൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം. നമ്മള് ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട്, ദുബായ് ഫ്രെയിം അല്ലേ? കറക്റ്റ്. ദുബായ് ഫ്രെയിം ബിൽഡിംഗ് എന്നാണ് പറയണത്. ആ ഫ്രെയിം ബിൽഡിങ്ങിന്റെ 2 സൈഡ് എന്ന് പറയുന്നത്, ഒരു സൈഡ് ന്യൂ ദുബായും മറ്റേ സൈഡ് ഓൾഡ് ദുബായും. കറക്റ്റ്. അപ്പൊ അതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇത് രണ്ടും കാണാം. പിന്നെ ഇതൊരു ഉഗ്രം ബിൽഡിംഗ് ആണ് കേട്ടോ. നിങ്ങളിപ്പോ ഇത് കാണാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ജുമേറ ബീച്ച് അല്ലേ? ഈ ജുമേറ ബീച്ച് നമ്മളുടെ ടൈമിംഗ് ഇതൊക്കെ അനുസരിച്ച് ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, വേർത്ത് കുളിക്കാണ്, ചൂടാണ്. നല്ല ചൂടാണ്, ദുബായ് ആണ്. അതെ. അപ്പൊ നമ്മള് ഇനി നേരെ ഫ്രെയിംസിലേക്കാണ് നമ്മൾ ഫ്രെയിം ബിൽഡിംഗിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. പോയാലോ? യെസ്. തകർക്കല്ലേ? ഫുൾ ജോഷ്. യെസ്, കം ഓൺ. സീറ്റ് ബെൽറ്റ് ഇടാ. സീറ്റ് ബെൽറ്റ് ഇടണം അല്ലേ? വാർണിംഗ് ആണേ, വാർണിംഗ്. അങ്ങനെ നമ്മൾ ഫ്രെയിം ബിൽഡിംഗിലേക്ക് നമ്മളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ദീപക്കേട്ടാ, നമുക്ക് ഫ്രെയിം ബിൽഡിംഗിൽ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ചായ കുടിച്ചാലോ? ഗുഡ് ഐഡിയ അല്ലേ? നല്ലൊരു ചായയും കൂടി കുടിച്ചിട്ട് നമുക്ക് ഫ്രെയിം ബിൽഡിംഗിലേക്ക് കയറാം. പിന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് അല്ലേ? വിശക്കരുത്. അപ്പൊ ഒരു ചായയും പിന്നെന്തോട്ടാ, ചായയും പഴംപൊരിയുമാണ് നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത്. AC തണുക്കല്ല. അപ്പൊ ഇതാണ് നമ്മളുടെ വൈഡ് റേഞ്ചിലെ പഴംപൊരി. അല്ല, ഇതല്ല, ഇത്
പാർക്കോ? അത് അങ്ങോട്ട് പോണ വഴിയല്ലേ? അങ്ങോട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്കിതാ ഫ്രെയിംസിൻ്റെ മുമ്പിലാണ് ഈ വണ്ടി, ദുബായ് ബസ്. ആ കോൾ സെൻറ്ററിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ബസ് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ക്യൂയിങ് ടൈം 30 മിനിറ്റാണ് കേട്ടോ പറയണത് ദീപക്കേട്ടാ. ഈ ദുബായ് ഫ്രെയിമിങ്ങിൻ്റെ ടൈമിംഗ് നോക്കിക്കോളൂ. ഓപ്പറേഷൻസ് അവേഴ്സ് 9 AM to 9 PM വരെയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9 മണി വരെ ഉണ്ട്. Rate differs for residents or something? Is the same for everyone? 3 hours. അകത്തേക്ക് എത്തിയിരിക്കുക അല്ലേട്ടാ? അതായത് ഇതാണ് ടിക്കറ്റ് അല്ലേ? ടിക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ. അയ്യോ, എന്തൊരു ഭീകരതയല്ലേ. ക്യൂവിലേക്ക് നിൽക്കാം. ഇനി അകത്തേക്ക് കയറാൻ ക്യൂവിൽ നിൽക്കണം. ഇത് തകിടാണ് കേട്ടോ. തകിട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. തകിടാണിത്. കൊള്ളാലോ. ഇവിടെ നമ്മളുടെ ടിക്കറ്റ് വെരിഫൈ ചെയ്തു. നേരെ നടന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. നിന്നും ഇനി എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോകണം. അവിടെ നിന്നാന്ന് തോന്നുന്നു ലിഫ്റ്റ് ഉള്ളത്. സയ്യിദ് അൽ മുക്തം. വാവ്. ഓ, അകത്ത് കയറുമ്പോ ഇതിന്റെ പഴയ ദുബായിയുടെ ആണ് കേട്ടാ. പഴയ ദുബായിയുടെ അകത്തുള്ള പഴയ സാധനങ്ങൾ അല്ലേ? ഇത് അവരുടെ ഫുഡാണ്. ആണോ? ഫുഡ് ഉണ്ടാക്കണതല്ലേ? സ്റ്റിച്ചിങ്, പഴയകാലത്തെ സ്റ്റിച്ചിങ് പരിപാടികൾ. അവർ ഖുറാൻ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊരു അനുഭവമാണ് കേട്ടോ. ദുബായ് ബ്രോ. തുണിക്കടയാണ് ഇത്. പഴയ കാലത്തെ തുണിക്കട, സ്റ്റിച്ച് ചെയ്യണതും അതെല്ലാം നൈസ്. ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിരിക്കുക അല്ലേ? ചേട്ടാ ഇതെന്താ? പോർട്ട് അല്ലേ? ഫോർട്ട് റഷീദ് അല്ലേ? ഓ, ഇവരാണോ മൊത്തം ആ 7 എമിറേറ്റ്സിന്റെ? നടുക്ക് നിൽക്കുന്നതാണ് ഖലീഫ. ദുബായ് എയർപോർട്ട്. എയർ ഇന്ത്യ അല്ലേ?
അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖിന്റെ ഒരു ഫോട്ടോ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? 3 യെസ്. ഇനി നമുക്ക് കാണേണ്ടത് ഓൾഡ് ദുബായ്. കമാൺ. ഇതാണ് ഓൾഡ് ദുബായ്. ഒരു രക്ഷയില്ല, പക്ഷെ അവിടുത്തെ ഭംഗിയല്ലേ, ചെറിയ ചെറിയ ഒരേ ഹൈറ്റിൽ പോകുന്ന ബിൽഡിങ്സ്, അടിപൊളി. ഇതാണ് നമ്മളുടെ ഓൾഡ് ദുബായ്, അപ്പുറത്തെ നമ്മളുടെ ന്യൂ ദുബായ്. നീ അപ്പൊ അത്ര ഒരു രക്ഷയില്ല ഇവിടെ. എനിക്ക് എക്സൈറ്റ്മെന്റിന് ഒരു രക്ഷയില്ല. ഇനി ലൈറ്റ്സ് വരുന്നതാണ് ഇനിയും കുറച്ചും കൂടി രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലൈറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ആ കാണുന്നതാണ് ദുബായ് ഷെയ്ഖിന്റെ പാലസ്. അത് നമുക്ക് ഈ ഫ്രെയിംസ് ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് നമ്മളുടെ ഷെയ്ഖിന്റെ പാലസ്. ഈ ഒരു ഇതിൽ വരച്ചു കഴിഞ്ഞാൽ ഇതാ ആ കേട്ടോ, അവിടെ നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നോ അതവിടെ വരും. പുള്ളിക്കാരി ഭയങ്കര രസകരമായിട്ട് കുത്തി വരച്ചുകൊണ്ടിരിക്കുക. അത് സൂപ്പറായി അല്ലേ? ഒരുപാട് പിള്ളേർക്ക് കളിക്കാനും അല്ലെങ്കിൽ വളരെ എനർജിയുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. അത് രസകരമായിട്ട് ആണ് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങൾ. ഇത് കണ്ടോ, ഇതെന്താ സംഭവം നോക്കട്ടെ. സോവനിയേഴ്സാണ്. പിള്ളേർക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിലെന്തൊക്കെയോ വരും. ഓ, ഇതിൽ പൈസ ഇടണം. മേക്ക് എ സോവനിയർ ഫോർ ടു ചൂസ് ഫ്രം. അത് ഓരോ രീതിയിൽ ചെയ്യാം. കീപ് ടേണിംഗ് ദ വീൽ അൺടിൽ യുവർ സോവനിയർ കംസ് ഔട്ട്. ഓ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സോവനിയർ ഔട്ട് പുറത്ത് വരും. അങ്ങനെയൊക്കെ എന്തോ ആണ് ഇതിൻ്റെ പരിപാടി. ഈ പാലസ് എന്ന് പറയുന്നത് ആ ചെറിയ മതിൽ തുടങ്ങിയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോയി ആ വലിയ കാട് കണ്ടോ, ആ കാടടക്കം അങ്ങനെ അവിടെയുള്ള ബിൽഡിങ് ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ മതിൽ. വൈറ്റ് മതിൽ നോക്കിയാൽ മതി, അതാണ് അത്ര വലിയ പാലസ് ദുബായ് ടൗണിൻ്റെ നടുവിൽ. ഇതിൻ്റെ അകത്ത് നല്ലൊരു കോഫി ഷോപ്പുണ്ട്. നിറയെ കോഫിയും കരിങ്ങാടിയും ചെറിയ ചെറിയ സ്നാക്സും ഒക്കെ ആയിട്ട്. ഇവിടെ തന്നെ ക്യാമറ ഉണ്ട്. അതിൽ അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ ഫ്രെയിം ചെയ്യാം. അവിടെ ഇവിടെ ഒരു ഗംഭീര സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതൊരു ഫ്രെയിമാണ്, ദുബായ് ഫ്രെയിം. ഫ്യൂച്ചർ. ഓ, ഓൾഡ്. ഇത് ഫ്യൂച്ചറാണല്ലോ ഏട്ടാ മുഴുവൻ. ഇതിന് വേറെ ലോകത്തൊന്നും പോലെ ഉണ്ടല്ലോ ഏട്ടാ.
ചേട്ടാ ഇവിടെ നോക്ക്, പിള്ളേർ കളിക്കുന്ന സാധനം, ഇതൊക്കെ ടച്ച് സ്ക്രീനാണ്, ഇത് ടച്ച് സ്ക്രീനാണ്. ആ സൂപ്പർ ചേട്ടാ, എന്തെങ്കിലുമൊക്കെ കാണിക്ക്. ആഹാ, ഓ മൈ ഗോഡ്, കൊള്ളാം അല്ലേ? This is frame for you guys. ഗംഭീരം, ദൈവകേട്ടാ, താങ്ക് യു. അത്ര സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവം കിടുവായിരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു. കാരണം അത്ര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. Share and subscribe. ഇത്രയൊക്കെ ആയിട്ട് പഠിച്ചു. ഇവിടെ മുഴുവനും ദുബായ് ഫ്രെയിമിന്റെ സോവനിയേഴ്സ് ആണ്. ആഹാ ചേട്ടാ നോക്കേ, പെന്ന്, കീ ചെയിൻ, അതുപോലെ തന്നെ നമുക്ക് പില്ലോസ് എല്ലാം ഉണ്ട്. അടിപൊളി. ഡയറി, ടീഷർട്സ്, ഫ്രെയിമിന്റെ ടീഷർട്സ്. യെസ്, അങ്ങനെ നമ്മളുടെ ദുബായ് ഫ്രെയിംസ് ബിൽഡിംഗ് ഗംഭീരം. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദീപകേട്ടാ, താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നമ്മളെ കൊണ്ടുവന്നതും ഇതുപോലെ തന്നെ ഒരേ ഫ്രെയിമിൽ പഴയ ദുബായും പുതിയ ദുബായും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ താങ്ക് യു, ഒന്നും പറയാനില്ല. Welcome. ഈ വെൽക്കം എല്ലാവർക്കുമാണ്. നിങ്ങൾക്ക് ദുബായിൽ വരുന്ന എല്ലാവർക്കും ദീപകേട്ടനെ വിളിക്കാം. ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ദേവ്ഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, എൻ്റെ കൂടെ Deepak. ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഇത്രയും ദൂരേക്ക് ക്യാമറമാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് അടുത്തേക്ക് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഒരേ ഫ്രെയിമിൽ പഴയതും പുതിയതുമായ ദുബായ് നിങ്ങൾക്ക് കാണാൻ പറ്റി, പാലസ് കാണാൻ പറ്റി, ആ ലൈറ്റും ബുർജ് ഖലീഫയും, അങ്ങനെ എല്ലാം നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കയറുമ്പോൾ പഴയ ദുബായും ഇറങ്ങി വരുമ്പോൾ ഫ്യൂച്ചർ ദുബായുമാണ് നമ്മൾ കണ്ടത്. അത് അമേസിംഗ് ആയിരുന്നു. Dubai, the world for everyone. ഓ മൈ ഗാഡ്, മറ്റേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് ഇതിനേക്കാളും ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എവിടെ പോയി? പുള്ളി പോയി. ഹലോ പറ, അടുത്ത എപ്പിസോഡ് എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും, പൊളിച്ച് അടുക്കും ഞങ്ങള്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യണം. എന്നോടൊപ്പം ദീപകേട്ടന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ കൂടെ എന്റെ ക്യാമറമാനും ഉണ്ട്. ഇനി ഒന്നും പറയാനില്ല, സൈനിങ് ഓഫ്. ഞങ്ങൾ പോവാണ്. ടാറ്റ, ബൈ ബൈ. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഒരു ഫൗണ്ടനും കൂടി കണ്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ. ബൈ ബൈ.